ഏവർക്കും +1 മോഡൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന +1 മാത്തമാറ്റിക്സ് മോഡൽ എക്സാമിനേഷൻ എല്ലാ വിദ്യാർത്ഥികളും മികച്ച രീതിയിൽ എഴുതി പൂർത്തീകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. നല്ല നിലവാരമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. തീർച്ചയായും 10% ക്വസ്റ്റ്യൻ എബോവ് ആവറേജ് കുട്ടികൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരുന്നു. അതായത് 8 മാർക്കിന് എബോവ് ആവറേജ് ലെവലുള്ള കുട്ടികൾക്ക് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും, എന്നാൽ 72 മാർക്കിന് 72 മാർക്സിനും മെജോറിറ്റി കുട്ടികൾക്കും ആൻസർ ചെയ്യാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരുവിധം ഭംഗിയായി പഠിച്ച കുട്ടികൾക്ക് ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് +1 മാത്തമാറ്റിക്സ് എക്സാമിനേഷന് ചോദിച്ചത്. തീർച്ചയായും ഇതേ നിലവാരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും പബ്ലിക് എക്സാമിനേഷന്. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി 1-2 മാറ്റങ്ങളുണ്ട്. ഒന്ന്, എസ്എ ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം സ്ട്രൈറ്റ് ലൈൻ ചോദിച്ചു. ഈ വർഷം സ്ട്രൈറ്റ് ലൈൻ മാറ്റി പകരം സീക്വൻസസ് ആൻഡ് സീരീസ് ഉൾപ്പെടുത്തി. ട്രിഗണോമെട്രി, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇത് മൂന്നും കഴിഞ്ഞ വർഷം എസ്എ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഈ വർഷം ഉണ്ടായിരുന്നു. ഇതാണ് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. 1-2 ചാപ്റ്ററിന്റെ വെയിറ്റേജ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ചാപ്റ്റർ വെയിറ്റേജ് പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്ത് ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ്. സോ ഇന്ന് നടന്ന മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ക്വിക്ക് റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ ഇന്ന് തന്നെ എക്സാമിനേഷൻ എഴുതിയത് കൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ പിടികിട്ടും എന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 1, 3 മാർക്സിന്റെ 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വി ഹാവ് ടു ആൻസർ എനി 6. ആ 8 1-2 ക്വസ്റ്റ്യൻ കുറച്ച് ടഫാണ്, എങ്കിലും 6 കാര്യമായി പഠിച്ച കുട്ടികൾക്ക് എഴുതാൻ സാധിക്കും, വലിയ പ്രശ്നമൊന്നുമില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് 25 ക്വസ്റ്റ്യൻ അതിൽ പ്രെഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. ഫൈൻഡ് എ ക്രോസ് ബി. അറിയാലോ, സെറ്റ് ഇട്ടിട്ട് എ -1 1, ബി എന്ന് പറയുന്നത് സെറ്റ് 0 2 3. അപ്പൊ എ ക്രോസ് ബി എന്തൊക്കെയായിരിക്കും? സെറ്റ് ഓർഡേർഡ് പെയർ -1, 0, -1, 2, -1, 3, then 1, 0, 1, 2, then 1, 3. അതാണ് എ ക്രോസ് ബി. ആൻസർ ശരിയല്ലേ? നോക്കുക. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻഡ് സബ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ നമ്പർ ഓഫ് റിലേഷൻ ഫ്രം എ ടു ബി. 2 raised to PQ. ആദ്യത്തെ സെറ്റ് 2 എലമെന്റ്, രണ്ടാമത്തെ 3. 2 raised to 2 into 3, 2 raised to 6. So total number of relations 64. Next, write all the subsets of set ക്യാപിറ്റൽ ബി. ബി എന്ന് പറയുന്നത് എന്താണ്? 0 2 3. 3 എലമെന്റ്സ് ഉണ്ട്. എല്ലാ സബ്സെറ്റും എഴുതുക. നൾ സെറ്റ് ആദ്യം ഓരോ എലമെന്റ് വെച്ച് എഴുതുക. സെറ്റ് 0, സെറ്റ് 2, സെറ്റ് 3. അടുത്ത 2 വെച്ച് സെറ്റ് 0 2, സെറ്റ് 0 3, സെറ്റ് 2 3. നെക്സ്റ്റ് സെയിം സെറ്റ് 0 2 3. അങ്ങനെ 8 സബ്സെറ്റ്സ് എഴുതാം. ഇത്രയും എഴുതുമ്പോൾ 3 മാർക്ക് കിട്ടി. നമ്മൾ ഇന്നലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് 25 ക്വസ്റ്റ്യനിൽ സെയിം ക്വസ്റ്റ്യൻ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതിലെ ഫസ്റ്റ് പാർട്ട് 1 വേർഡ് ക്വസ്റ്റ്യൻ പല കുട്ടികളും മിസ് ചെയ്ത് കാണും. കാരണം സിലബസ് തകവായി പഠിച്ച ഒരു കുട്ടിക്ക് മാത്രമേ ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇൻ വിച്ച് ഇന്റർവൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് ഇൻക്രീസസ് ഫ്രം -1 to 0. ടെക്സ്റ്റ് നോക്കണം. ടെക്സ്റ്റ് പഠിക്കുന്ന കുട്ടിക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഒരു ബോക്സിനകത്ത് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഉണ്ട്. കോസ് എക്സ് ഇൻക്രീസസ് ഫ്രം -1 to 0 ആകുന്നത് എവിടെ? തേർഡ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ എന്താണ് ആൻസർ? ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ 0 to 90 അല്ലെ? 0 to 90. സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 90 to 180. തേർഡ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ 180 to 270. അപ്പോൾ ഇൻക്രീസസ് ഫ്രം 180 to 270 എന്ന് പറഞ്ഞാൽ പൈ മുതൽ 3π/2 വരെ. ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. ഈ തേർഡ് ക്വാഡ്രന്റിലാണ് cos x ഇൻക്രീസസ് ഫ്രം -1 to 0. കാരണം ഇവിടെ -1 വരും, then 0ലേക്ക് അത് ഇൻക്രീസ് ചെയ്ത് വരും. ഓക്കെ, so option C is the answer. Next, sin x 3/5. X lies in second quadrant. Find the value of cos x. Sin എന്ന് പറയുന്നത് 3/5. അപ്പോൾ cos എന്തായിരിക്കും? -4/5. ചെയ്തു നോക്കുക. നെക്സ്റ്റ്, റൈറ്റ് ഡിഗ്രി മെഷർ ഓഫ് 5π/3. 5π/3. പൈ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി. 180/3 എത്രയാണ്? 60. 5 × 60 300. 300 ഡിഗ്രി ഇസ് ദ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്, പക്ഷെ ഫസ്റ്റ് പാർട്ട് ചില കുട്ടികൾക്കെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കാണും. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, സോൾവ് ദ ഇനിക്വാളിറ്റി സോൾവ് ചെയ്ത് കാണും. സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. ഫൈൻഡ് ദ നമ്പർ ഓഫ് 5 കാർഡ് കോമ്പിനേഷൻസ് ഔട്ട് ഓഫ് എ ഡെക്ക് ഓഫ് 52 cards ഇഫ് ദർ ഈസ് എക്സാക്ട്ലി 1 ace ഇൻ ഈച്ച് കോമ്പിനേഷൻ. 5 കാർഡ് എടുക്കണം, അതിൽ ഒരു എയ്സ് ഉണ്ടായിരിക്കണം. മൊത്തം എത്ര എയ്സ് ഉണ്ട്? 4 എയ്സ് ഉണ്ട്. അതിൽ നിന്ന് എന്തെടുക്കണം? ഒരു കാർഡ് എടുക്കണം. 4C1 ways. ആൻഡ് ഇനി എടുക്കുന്നത് എയ്സ് വേണ്ട, എയ്സ് അല്ലാത്ത എത്ര കാർഡ് ഉണ്ട്? മൊത്തം 52 കാർഡ്, അതിൽ എയ്സ് കാർഡ് 4, എയ്സ് അല്ലാത്ത എത്ര എണ്ണം? 48. ആ 48ൽ നിന്ന് എത്ര എണ്ണം എടുക്കണം? 4 എണ്ണം. 48C4.
അപ്പോൾ മൊത്തം 5 കാർഡായില്ലേ, വിച്ച് ഈസ് ദ നമ്പർ ഓഫ് വേസ്. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അതിന്റെ ആൻസർ കിട്ടും. നെക്സ്റ്റ് അതിന്റെ സബ് ക്വസ്റ്റ്യൻ NC4 ഈക്വൽ ടു NC6, ഫൈൻഡ് NC8. NC4 ഈക്വൽ ടു NC6 എങ്കിൽ n എന്താണ്? a plus b, 4 plus 6, n ഈക്വൽ ടു 10. NC8 എന്ന് പറഞ്ഞാൽ 10C8. അതിന്റെ ആൻസർ 45 എന്ന് കിട്ടും. കാൽക്കുലേറ്ററിൽ കൊടുത്താൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 5. ഇന്നലെ പ്രഡിക്റ്റ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് 25 ക്വസ്റ്റ്യൻ. x plus 2y the whole raised to 2n എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ഒന്ന് കൂട്ടണം, 2n plus 1. നെക്സ്റ്റ് അതിന്റെ സബ് ക്വസ്റ്റ്യൻ എക്സ്പാൻഡ് x plus 3/x the whole raised to 4. ഞാൻ പ്രഡിക്റ്റ് ചെയ്തത് x plus 1/x the whole raised to 5. അതിന് സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ x raised to 4 ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കുക. പ്ലസ് 12x² plus 54 plus 108/x² plus 81/x raised to 4. ആൻസർ ശരിയാണോ നോക്കിക്കോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. സ്ട്രൈറ്റ് ലൈൻ എന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫിഗർ നൽകിയിട്ടുണ്ട്. ഫിഗറിൽ നിന്ന് ഇക്വേഷൻ ഓഫ് ദ ലൈൻ കണ്ടെത്തണം. ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. x ഇന്റർസെപ്റ്റ് -4, y ഇന്റർസെപ്റ്റ് 3. അപ്പൊ ഇക്വേഷൻ ഓഫ് ദ ലൈൻ x/a plus y/b equal to 1. x ഇന്റർസെപ്റ്റ് -4, അപ്പൊ x/-4 plus y/3 equal to 1. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു പോയിന്റ് -4,0, മറ്റൊരു പോയിന്റ് 0,3, 2 പോയിന്റ് ഫോം യൂസ് ചെയ്തും ഇക്വേഷൻ ഓഫ് ദ ലൈൻ നിങ്ങൾക്ക് കണ്ടെത്താം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3x - 4y plus 12 equal to 0 എന്ന് കിട്ടും. നെക്സ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ദ ഒറിജിൻ ഫ്രം ദ ലൈൻ AB. ഒറിജിൻ നിന്ന് ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 12/5 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ വിത്ത് റേഡിയസ് 5 യൂണിറ്റ്സ് ഹൂസ് സെന്റർ ലൈ ഓൺ x ആക്സിസ്. സെന്റർ സാധാരണ ജനറൽ പോയിന്റ് h,k എന്നാണ് എടുക്കുന്നത്. ആ സെന്റർ ലൈ ഓൺ x ആക്സിസ് എന്ന് പറഞ്ഞാൽ അതിന്റെ y കോർഡിനേറ്റ് 0, അതായത് k ഈക്വൽ ടു 0 എന്ന് എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇക്വേഷൻ കിട്ടും. രണ്ട് ഇക്വേഷൻ കിട്ടും. ഒന്ന് x plus 2 the whole square plus y² equal to 25. മറ്റൊരു സർക്കിൾ x - 6 the whole square plus y² equal to 25. സെന്റർ h,k. ഹിയർ സെന്റർ ലൈ ഓൺ x ആക്സിസ്. ഒരു പോയിന്റ് x ആക്സിലാണെങ്കിൽ അതിന്റെ y കോർഡിനേറ്റ് 0, അതുകൊണ്ട് k ഈക്വൽ ടു 0 കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസറിലേക്ക് എത്താം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 sin x/x 1. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തതും ചില കുട്ടികൾക്കെങ്കിലും പ്രശ്നമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 1 - cos x sin x. ഹാഫ് ആംഗിൾ ഫോർമുല യൂസ് ചെയ്യണം. 1 - cos x 2 sin² x/2 by sin x എന്ന് പറഞ്ഞാൽ 2 sin x/2 cos x/2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ tan x/2 എന്ന് കിട്ടും. x ന് 0 കൊടുത്താൽ tan 0 എന്താണ് 0. അങ്ങനെ 8 ക്വസ്റ്റ്യൻ ഉണ്ട്. വി ഹാവ് ടു ആൻസർ എനി 6. 6 ക്വസ്റ്റ്യൻ പൂർണ്ണമായി ഫുള്ളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാലേ ആ സെഷനിലെ 6 × 3 18 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരുവിധം കാര്യമായി പഠിച്ച കുട്ടികൾക്ക് തീർച്ചയായിട്ടും 18 മാർക്ക് സ്കോർ ചെയ്യാം. അല്ലാത്ത കുട്ടികൾക്ക് ചിലപ്പോൾ സബ് ക്വസ്റ്റ്യൻ ഒക്കെ പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് സെറ്റ് ബിൽഡർ ഫോം ഓഫ് ദ ഇന്റർവൽ ലെഫ്റ്റ് ഓപ്പൺ റൈറ്റ് ക്ലോസ്ഡ് ഇന്റർവൽ -1,3. എന്തായിരിക്കും അതിന്റെ സെറ്റ് ബിൽഡർ ഫോം? x such that, സെറ്റ് ഇട്ടിട്ട് x such that x element of R -1 strictly less than x less than or equal to 3. അല്ലെ, ക്ലോസ്ഡ് വരുമ്പോൾ ഈക്വൽ ടു കൊടുക്കണം. അടുത്ത ലെറ്റ് u be the universal set, then a intersection a complement. രണ്ടിലും കോമൺ ആയിട്ട് ആരും കാണത്തില്ല. സോ ആൻസർ നൾ സെറ്റ്. അടുത്ത ഡി മോർഗൻസ് ലോയുടെ വെരിഫിക്കേഷൻ ആണ് സാധാരണ ചോദിക്കുന്നത്. പക്ഷേ ഇവിടെ യു തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. കുറച്ച് സംഗതികൾ കാണണം. എ യൂണിയൻ ബി, ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി, എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. എ യൂണിയൻ ബി, എയിലെയും ബിയിലെയും എല്ലാം എഴുതുക. ആൻസർ 2, 3, 4, 5. അടുത്ത് ബി മൈനസ് എ സെറ്റ് 4,5 എന്ന് കിട്ടും. നെക്സ്റ്റ് എ ഇന്റർസെക്ഷൻ ബി, എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് സെറ്റ് 3. അടുത്ത് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. എ യൂണിയൻ ബി നമുക്ക് കിട്ടിക്കഴിഞ്ഞു 2, 3, 5. 2, 3, 4, 5 അതിലില്ലാത്തത്. അപ്പൊ അതൊക്കെ ഏതൊക്കെയാണ്? 1ഉം 6ഉം. ശരിയാണോ നോക്കുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തതും നമ്മൾ സ്ഥിരം ചോദിച്ച് കണ്ടിട്ടില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ദ ഗ്രാഫ് ഓഫ് f of x equal to 3 - mod x. 3 - mod x. 3 - mod x. നിങ്ങൾക്കറിയാം -mod x ന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഇങ്ങനെ വരുന്ന സംഭവമാണ്. അതിൽ നിന്ന് 3 യൂണിറ്റ് മേളിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ 3 ഇവിടെ വരികയാണെങ്കിൽ
3 മൈനസ് മോഡ് എക്സിന്റെ ഗ്രാഫ് ഇങ്ങനെ കിട്ടും. പോയിന്റ് കൊടുത്ത് കണ്ടുപിടിച്ച് ട്രേസ് ചെയ്താൽ കറക്റ്റ് ആയിട്ട് കിട്ടും. വിച്ച് ഈസ് ദ ഗ്രാഫ് ഓഫ് 3 മൈനസ് മോഡ് എക്സ്. ഈ ഗ്രാഫിന്റെ റേഞ്ച് എന്ത്? ഈ ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ y വാല്യൂ മൈനസ് ഇൻഫിനിറ്റി മുതൽ ഏത് വരെ? 3 വരെ. ഓപ്പൺ ഇന്റർവെൽ മൈനസ് ഇൻഫിനിറ്റി കോമ 3 ക്ലോസ്ഡ് ഇന്റർവെൽ. വിച്ച് ഈസ് ദ റേഞ്ച് ഓഫ് ദിസ് ഫംഗ്ഷൻ. നെക്സ്റ്റ് റൂട്ട് 4 മൈനസ് എക്സ് സ്ക്വയർ, അതിന്റെ ഡൊമൈൻ കണ്ടെത്തുക. എക്സിന് ഏതൊക്കെ വാല്യൂ കൊടുക്കാം? ഈ റൂട്ടിനകത്തുള്ള വാല്യൂ എല്ലാം ഇപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. 4 മൈനസ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോൾവ് ചെയ്യുമ്പോൾ ക്ലോസ്ഡ് ഇന്റർവെൽ -2,2 -2നും +2നും ഇടയ്ക്കുള്ള അതുൾപ്പെടെ അതിനിടയ്ക്കുള്ള റിയൽ നമ്പേഴ്സ് മാത്രമേ എക്സിന് കൊടുക്കാൻ പറ്റുകയുള്ളൂ. സോ വിച്ച് ഈസ് ദ ഡൊമൈൻ? ക്ലോസ്ഡ് ഇന്റർവെൽ -2,2. നെക്സ്റ്റ് 11th ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട് 5 + √2i by 1 - √2i. അതിനെ സിംപ്ലിഫൈ ദ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുക. അല്ലെ, ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് മേളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ 1 + 2√2i എന്ന് കിട്ടും. ഓക്കെ, സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. റൈറ്റ് മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് ഓഫ് 4 - 3i. ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് 25 ക്വസ്റ്റ്യനിൽ സെയിം ക്വസ്റ്റ്യൻ. സോ മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് ആൻസർ 4 + 3i by 25 എന്ന് കിട്ടും. നെക്സ്റ്റ് ഇൻഡിപെൻഡൻസ് എന്ന വേർഡിലെ ലെറ്റേഴ്സ് യൂസ് ചെയ്ത് എത്ര വ്യത്യസ്തമായ അറേഞ്ച്മെന്റ്സ് പോസിബിൾ ആണ്? ആൻസർ 12 ഫാക്ടോറിയൽ by 3 ഫാക്ടോറിയൽ into 4 ഫാക്ടോറിയൽ into 2 ഫാക്ടോറിയൽ. In how many of these arrangements all the vowels occur together? Answer ടെക്സ്റ്റിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 5 ഫാക്ടോറിയൽ by 4 ഫാക്ടോറിയൽ into 8 ഫാക്ടോറിയൽ by 3 ഫാക്ടോറിയൽ into 2 ഫാക്ടോറിയൽ. ഓക്കെ, അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മെജോറിറ്റി കുട്ടികളും അത് പഠിച്ചു എന്നാണ് വിശ്വാസം. എക്സാമ്പിൾ ക്വസ്റ്റ്യനും ആണ്. വീണ്ടും ക്വസ്റ്റ്യൻ നമ്പർ 13. സ്ട്രെയിറ്റ് ലൈൻ എന്ന് കേട്ടാലേ ഫിഗർ ആണ് നമ്മുടെ ചോദ്യകർത്താവിന്റെ മനസ്സിലുള്ളത്. സോ വീണ്ടും മറ്റൊരു ഫിഗർ അല്ലേ, 2 ലൈൻസ് ഇന്റർസെക്റ്റ് എന്ന രീതിയിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. ഒന്നാമത്തെ ലൈനിന്റെ സ്ലോപ്പ് കണ്ടെത്തുക. അവിടെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. സോ സ്ലോപ്പ് എന്താണ്? tan 30. സോ 1/√3. എന്നിട്ട് അതിന്റെ ഇക്വേഷൻ കാണുക. ആ ലൈൻ ഒറിജിനൽ കൂടെ പാസ് ചെയ്യുന്നു. സോ നമുക്ക് ഒരു പോയിന്റ് 0, 0, സ്ലോപ്പ് 1/√3. ഇക്വേഷൻ ഓഫ് ദ ലൈൻ x - √3y = 0 എന്ന് കിട്ടും. അടുത്ത് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മറ്റൊരു ലൈൻ തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ലൈനിന്റെ സ്ലോപ്പ് എന്താണ്? 1/√3. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? -√3 എന്ന് കിട്ടും. റെസിപ്രോക്കൽ എടുത്തിട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ആ ലൈൻ പാസ് ചെയ്യുന്നത് 4,0 എന്ന പോയിന്റിൽ കൂടെയാണ്. അപ്പൊ ഒരു പോയിന്റ് 4,0, സ്ലോപ്പ് -√3. ഇക്വേഷൻ ഓഫ് ദ ലൈൻ അറിയാലോ, y - y1 = സ്ലോപ്പ് ഇൻറ്റു x - x1. അത് അപ്ലൈ ചെയ്യുമ്പോൾ √3x + y - 4√3 = 0 എന്ന് കിട്ടും. നെക്സ്റ്റ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഫോക്കൈ വെർട്ടിസസ് എക്സെൻട്രിസിറ്റി ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഓഫ് ദ എലിപ്സ് x² / 4 + y² / 25 = 1. രണ്ടാമത്തെ ടൈപ്പ് എലിപ്സ് ആണ്. അപ്പോൾ a = എന്താണ് കിട്ടുന്നത്? a = 5, b = എന്താണ്? 4. സി എന്ന് പറയുന്നത് √21 എന്ന് കിട്ടും. സി എന്താണ്? √21 എന്നാണ് കിട്ടുന്നത്. ബാക്കി ഫോർമുല കൊടുക്കുക. ഫോക്കൈ 0, ± c, വെർട്ടിസസ് 0, ± a, എക്സെൻട്രിസിറ്റി c/a, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 2b²/a. a എന്ന് പറഞ്ഞാൽ 5, b എന്ന് പറഞ്ഞാൽ എന്താണ്? 2. അതിൽ കൊടുത്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. വിച്ച് ഓഫ് ദ ഫോളോയിങ് പോയിന്റ് ലൈ ഓൺ 6th octant? 4 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതിൽ ഏത് പോയിന്റ് ആണ് 6th octantil ലൈ ചെയ്യുന്നത്? നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ്. ആ പോയിന്റ് എവിടെയാണ്? ഓപ്ഷൻ നമ്പർ ബി -3, 1, -2. നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് അതാണ് 6th octantil വരുന്നത്. അത് ഓർത്തിരുന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. നെക്സ്റ്റ് ഷോ ദാറ്റ് ദ പോയിന്റ്സ് ആർ കൊളീനിയർ. ഇന്നലെ പ്രഡിക്റ്റ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ, ടെക്സ്റ്റിലെ എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻ. 3 പോയിന്റ് എടുത്തിട്ട് അത് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യുക. ABC എന്ന് എടുത്തിട്ട് AB കാണുക, BC കാണുക, AC കാണുക. ഏതെങ്കിലും 2 സൈഡ് ആഡ് ചെയ്യുമ്പോൾ 3rd സൈഡ് കിട്ടണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. നമ്മുടെ ടെക്സ്റ്റിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. എ ഫെയർ കോയിൻ ഈസ് ടോസ്ഡ് 3 times. റൈറ്റ് ദ സാമ്പിൾ സ്പേസ്. 8 എലമെന്റ്സ് വേണം. ഹെഡ് 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 ടെയിൽ അങ്ങനെ അറിയാലോ. അതിൽ 3 ഇവന്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എ എന്ന് പറഞ്ഞാൽ നോ ഹെഡ് അപ്പിയേഴ്സ്, ഹെഡ് ഒന്നും ഇല്ലാത്തത്. അതേതാണ്? ടി. അടുത്ത് എക്സാക്ട്ലി 1 ഹെഡ് അപ്പിയേഴ്സ്. അതേതൊക്കെയാണ്? ഒരു ഹെഡ് മാത്രമുള്ള ഹെഡ് ടെയില് 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 ഹെഡ് ടെയില് 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 ഹെഡ്. അടുത്ത് അറ്റ്ലീസ്റ്റ് 2 ഹെഡ് അപ്പിയേഴ്സ്. അറ്റ്ലീസ്റ്റ് 2 ഹെഡ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് 2 ഹെഡ് വേണം. അപ്പൊ 2ഓ അതിലധികമോ ഹെഡ് ഉള്ളത് 4 വരും. ഹെഡ് ഹെഡ് ടെയില് ഹെഡ് ടെയില് ഹെഡ് ടെയില് ഹെഡ് 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 ഹെഡ്.
ഇങ്ങനെയാണ് അറ്റ്ലീസ്റ്റ് 2 ഹെഡ് വരുന്നത്. ഇനി റൈറ്റ് ദ സാമ്പിൾ സ്പേസ് ഓഫ് ദ ഇവന്റ്സ് എ ബി സി, അത് 3 ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത് വിച്ച് ഓഫ് ദ ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, എ ഇന്റർസെക്ഷൻ ബിയും ബി ഇന്റർസെക്ഷൻ സിയും എ ഇന്റർസെക്ഷൻ സി കണ്ടാൽ നൾ സെറ്റ് കിട്ടും. therefore എ കോമ ബി കോമ സി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയാം. അവസാനം ഫൈൻഡ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 2 tails. സാമ്പിൾ സ്പേസിൽ 2 ടെയിൽ വരുന്ന എത്ര എണ്ണമുണ്ട്? 2 ടെയിൽ വരുന്ന 3 എണ്ണേ ഉള്ളൂ, മൊത്തം 8. സോ പ്രോബബിലിറ്റി 3/8. അങ്ങനെ അവിടെയും 8 ക്വസ്റ്റ്യൻ ഉണ്ട്. വി ഹാവ് ടു ആൻസർ എനി 6. ചോയ്സ് 2 എണ്ണം ഉണ്ട്, അതുകൊണ്ട് തന്നെ വലിയ പരിക്കില്ലാതെ രക്ഷപ്പെടാം. എസ്എ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ട്രിഗണോമെട്രിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റർ കൊണ്ട് തന്നെ ആൻസറിലേക്ക് എത്താം, ഒരു വാല്യൂ കാണാതെ പഠിക്കേണ്ട. പ്രൂവ് ദാറ്റ് ഇക്വേഷൻ ഈക്വൽ ടു 1 എന്ന് പ്രൂവ് ചെയ്യണം. എല്ലാം വാല്യൂസ് കൊടുത്താൽ മതി, കാൽക്കുലേറ്റർ കിട്ടും. അടുത്ത ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ് C+E S+S ഫോർമുല ഓർമ്മയില്ലേ, അത് അപ്ലൈ ചെയ്ത് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 18ാമത്തെ ക്വസ്റ്റ്യൻ, അതാണ് അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ. സീക്വൻസസ് ആൻഡ് സീരീസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ. 2 ക്വസ്റ്റ്യൻ ഉണ്ട്, രണ്ടും നമ്മുടെ ടെക്സ്റ്റിലുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ്. അതിൽ 2ാമത്തെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യനും കൂടെയാണ്. അല്ല, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമും കോമൺ റേഷ്യോയും -3 എന്ന് കിട്ടും. 7th ടേം -2187 എന്ന് കിട്ടും. അതിന്റെ ബി പാർട്ട്, ഹൗ മെനി ടേംസ് ഓഫ് ദ GP 3, 3/2, 3/4 etc. are needed to give the sum 3069/512. ആൻസർ n equal to എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. കുറച്ച് സിംപ്ലിഫിക്കേഷൻ ഉള്ളതാണ്, ചെയ്തു നോക്കുക. അടുത്തതും സ്ഥിരം നമ്മൾ പറയുന്ന യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ സൈനും കോസും, പക്ഷേ പലപ്പോഴും tan x ചോദിക്കാറുണ്ട്. ഈ വർഷവും അത് തന്നെയാണ് ചോദിച്ചത്. പബ്ലിക്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. എഴുതി പഠിച്ചവർക്ക് ചെയ്യാൻ പറ്റും. tan x ന്റെ ഡെറിവേറ്റീവ് sec²x ഒപ്പിക്കുകയെങ്കിലും ചെയ്യണം. അടുത്ത കോഷ്യന്റ് റൂൾ യൂസ് ചെയ്ത് ഡെറിവേറ്റീവ് കാണുക. x + cos x / tan x. കോഷ്യന്റ് റൂളിലേക്ക് ഞാൻ പോകുന്നില്ല, നിങ്ങൾക്കറിയാം. ഫൈനലി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ. മീൻ കാണുക, വേരിയൻസ് കാണുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെ, നിങ്ങൾക്കറിയാം, ഫോർമുലയൊക്കെ അറിയാം. മീൻ എന്താണ് ആൻസർ? 45, വേരിയൻസ് 190, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് √190, അതായത് 13.78. എസ് എ ക്വസ്റ്റ്യൻ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ചാപ്റ്റർ മാറി വന്നു എന്നത് മാത്രം. തീർച്ചയായിട്ടും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾക്ക് 4-5 ദിവസം പബ്ലിക് എക്സാമിനേഷന്റെ സമയത്ത് ഗ്യാപ്പ് ഉണ്ട്. ആ ദിവസങ്ങളിൽ തീർച്ചയായും തറവായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നമ്മുടെ പ്ലേലിസ്റ്റ് +1 റിവിഷൻ ക്ലാസ്സസ്, ആ പ്ലേലിസ്റ്റുള്ള ക്ലാസ്സുകൾ കണ്ടാൽ മതി, ഫുൾ മാർക്ക് ഉറപ്പാണ്. എല്ലാം പഠിക്കാൻ പറ്റാത്തവർ, അവറേജ് കുട്ടികൾ തീർച്ചയായും 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ കാണൂ. തീർച്ചയായും മോർ ദാൻ 40+ സ്കോർ ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.